അവ്യക്തമായ ഒരു മാനസിക വൈകൃതമാണ് മതങ്ങൾ. മാനസികമായ പിരിമുറുക്കം സൃഷ്ടിക്കുന്ന, സ്വതന്ത്രമായിട്ട് സാധിക്കാൻ മനുഷ്യനെ വിടാത്ത ഒരു കെട്ടുപാടാണ് മതങ്ങൾ. ഒരു ചെറിയ ചിമിഴിലിട്ട് മനുഷ്യനെ അടച്ചു വെക്കാനുള്ളൊരു തന്ത്രമാണ് മതങ്ങൾ. ഈ മതങ്ങൾ ഒരു മനുഷ്യനെയും നന്നാക്കത്തില്ല, വളർത്തത്തില്ല. ഒരു ചെറിയ ചുറ്റുപാടിൽ ഒതുക്കി നിർത്താൻ മാത്രമേ പ്രയോജനപ്പെടുകയുള്ളൂ. സ്വാതന്ത്ര്യം മനുഷ്യനില്ല, എപ്പോഴും അസ്വാതന്ത്ര്യമാണ്. അത് മതം ഉപേക്ഷിച്ച് ഒരു മനുഷ്യനെ ഒന്ന് കണ്ട് ചോദിച്ചു നോക്കൂ, അപ്പം അറിയാം മതം ഇല്ലെങ്കിലുള്ള സുഖം എന്താണെന്ന്. അവനിഷ്ടമുള്ളത് മുഴുവൻ ചെയ്യാനുള്ളൊരു ഒരു അവസരമാണ്. സർക്കാരിൻ്റെ, രാജ്യത്തിൻ്റെ നിയമങ്ങളെ മാനിച്ചുകൊണ്ട്, സാമൂഹ്യ മര്യാദകളെ മാനിച്ചുകൊണ്ട്, അതിനെല്ലാം ഒന്നാമത്തെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ബാക്കിയുള്ള എല്ലാ സ്വാതന്ത്ര്യവും സ്വയം അനുഭവിക്കാനുള്ളൊരു അവസരമാണ് ഒരു ജീവിതം. ഇത് ആസ്വദിക്കാതെ, ഇത് എന്താണെന്നറിയാതെ മതമെന്ന ഒരു പ്രയോജനവും മനുഷ്യന് ചെയ്യാത്ത ഒരു വികൃത രൂപത്തിൻ്റെ മാസ്മരിക വിദ്യയിൽ അലഞ്ഞു തിരിഞ്ഞ് മനുഷ്യൻ ജീവിതം പാഴാക്കുക ചെയ്യുന്നത്. മതഗ്രന്ഥങ്ങളിലുള്ള സ്വീകരിക്കുക കൊള്ളാവുന്നത്, അതൊരു ദിവ്യമായ ഒരു ഗ്രന്ഥമായിട്ട് കണക്ക് കൂട്ടി അതിൻ്റെ പുറകെ നടന്ന് ജീവിതം ഹോമിക്കുന്ന ഒരു തലമുറ ഇനിയും ഇവിടെ ഉണ്ടാകരുത്. 21-ാം നൂറ്റാണ്ട് മിക്കവാറും തീരുന്നതിന് മുമ്പ് ലോകമതങ്ങളെല്ലാം ഇല്ലാതാകും, ഒന്നും നിലനിൽക്കും ഉള്ള സാധ്യതയില്ല. ഇപ്പോഴേ മതത്തിന് പുറത്താണ്. ഇന്ത്യയിലൊരു 30% പേര് ഇപ്പം തന്നെ മതത്തിന് പുറത്താണ് ജീവിക്കുന്നത്. പേരിന് മാത്രമൊരു മതത്തിൽ ജനിച്ചുകൊണ്ട് ആ മതക്കാരനാണെന്ന് പറയുന്നു, സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തുന്നു, അത്ര മാത്രമേ ഉള്ളൂ. മതം ഉപേക്ഷിച്ചൊരു മറ്റാണ് ലോകത്തിലെല്ലായിടത്തും. നേരത്തെ തന്നെ യൂറോപ്യൻ കൺട്രീസിലെ 60% മതം ഉപേക്ഷിച്ചു, അമേരിക്കയിലെ 40% ഉപേക്ഷിച്ചു. ഇന്ത്യയിൽ ഒരല്പം കൂടെ മുമ്പിലാണ് മതം നിലനിൽക്കുന്നത്. അതും ഈ മതങ്ങൾ തമ്മിലുള്ള പൊരുതൽ കൊണ്ടാണ് നിലനിൽക്കുന്നതിന്. പൊരുതാതിരിക്കാമെങ്കിൽ ഇതെല്ലാം ഇല്ലാതായിക്കോളും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മതം ഏതായാലും നല്ലതല്ല, മനുഷ്യനെ നന്നാക്കത്തില്ല. ഇത് മനുഷ്യനെ മുടിപ്പിക്കാൻ വേണ്ടി പിശാച് കണ്ടുപിടിച്ച ഒരു തന്ത്രമാണിത്. ഈ മതമെന്ന് പറയുന്നത് ഗുണമൊന്നും ചെയ്യുന്നത് പരിപാടിയല്ല. ഇതൊന്ന് ആലോചിക്കേണ്ട വിഷയമാണ്. എല്ലാവരും ഒന്ന് ആലോചിക്കുക, ദയവായി ഒന്ന് ആലോചിക്കുക. എനിക്കത് ഒരു രീതിയിലും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ല ഈ മതത്തിൻ്റെ നിയമങ്ങളോട്. അതും അനുസരിക്കാൻ രാജ്യത്തിൻ്റെ നിയമങ്ങൾ, അതാണ് പഠിക്കേണ്ടത് സ്കൂളിലും. രാവിലെ എഴുന്നേറ്റ് രാജ്യത്തിൻ്റെ നിയമങ്ങൾ ഓരോ പാരഗ്രാഫ് ദിവസവും വായിച്ചാൽ അതിൻ്റേതായ പുരോഗതി ആ മനുഷ്യന് വരും. ഓക്കെ.